ഒരു സന്യാസിയായിട്ടുള്ള വിദ്യാർത്ഥി തന്റെ മാസ്റ്ററോട് ചെന്ന് പറഞ്ഞു, മാസ്റ്റർ, എനിക്ക് ഈ ആശ്രമത്തിൽ നിൽക്കാൻ കഴിയില്ല, എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം. കാരണം ഇവിടെയുള്ളത് കംപ്ലീറ്റ് നെഗറ്റീവായിട്ടുള്ള ആളുകളാണ്. എപ്പോഴും ഗോസിപ്പ് പറയുന്ന, ഒരു പണിയെടുക്കാത്ത, എപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന, ഒരുപാട് നെഗറ്റീവ് പറയുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ആളുകളാണ് എൻ്റെ ചുറ്റിലുള്ളത്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു കാമായിട്ടുള്ള, നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു പ്ലേസിലേക്ക് എന്നെ മാറ്റണമെന്ന് പറഞ്ഞു. മാസ്റ്റർ ആ ഒരു ആവശ്യം അംഗീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങളെ മാറ്റാം. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞാനൊരു ടാസ്ക് തരാം. ആ ടാസ്ക് നിങ്ങൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പോകാനുള്ള അവസരം ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ടാസ്ക് ഇതാണ്: ഒരു സ്പൂണിൽ നിറച്ച് വെള്ളം കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ആശ്രമത്തിന് ചുറ്റിലും ഒരു തുള്ളി വെള്ളം പുറത്തു പോകാതെ നിങ്ങൾ ഒന്ന് റൗണ്ട് ചെയ്ത് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിദ്യാർത്ഥി ഇവിടുന്ന് രക്ഷപ്പെടണമല്ലോ എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തിൽ പൂർണ്ണമായിട്ടും അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം പോലും കളയാതെ വളരെ ശ്രദ്ധിച്ച് അദ്ദേഹം ആ ഒരു ടാസ്ക് പൂർത്തീകരിച്ചു. എന്നിട്ട് ഒരു റൗണ്ട് ചെയ്തതിന് ശേഷം മാസ്റ്ററോട് ചെന്ന് പറഞ്ഞു, ഞാനിതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. മാസ്റ്റർ പറഞ്ഞു, ഓക്കെ, നിങ്ങളെ ഞാൻ പോകാൻ അനുവദിക്കാം. പോകുന്നതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ സ്പൂണ് വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ആരെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതോ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് മാസ്റ്റർ, ഞാൻ ഇതിലേക്ക് ഫുൾ ഫോക്കസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല. എനിക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് ചുറ്റിലും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകൾ എപ്പോഴും ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ മറ്റുള്ള ഒരു ഒച്ചപ്പാടും നമ്മൾ കേൾക്കില്ല. നമ്മൾ ഫുള്ള് എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇതാണ് ജീവിതത്തിൽ നമ്മളെ ചുറ്റിലും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആളുകൾ പലതും പറയാനുണ്ടാകും. പക്ഷെ നമുക്ക് തീരുമാനിക്കാം, അവരുടെ അതേ സ്റ്റാൻഡേർഡിൽ നിന്ന് അവരെ എപ്പോഴും ചീത്ത പറഞ്ഞിട്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണോ, അതോ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവരോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് നമ്മുടെ കാര്യം എന്താണോ നമുക്ക് ആവശ്യമുള്ളതിലേക്ക് ഫോക്കസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ നന്മയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ജീവിതത്തിൽ വിജയിക്കണോ എന്നുള്ളത് നമുക്ക് ഓരോ വ്യക്തികൾക്കും തീരുമാനിക്കാം എന്ന് ആ മാസ്റ്റർ ഒരു ടാസ്കിലൂടെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ വിദ്യാർത്ഥിക്ക് അത് മനസ്സിലായി. ആ വിദ്യാർത്ഥി നല്ലൊരു വിദ്യാർത്ഥിയായി മാറി. അങ്ങനെ അവൻ ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തിയായി മാറി. താങ്ക് യു.